ആദ്യ ചുവടുവയ്പ്പാണെന്നറിയാം. എങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ ഈശ്വരോന്മുഖമായി ചെയ്യുന്ന ഏത് സംരംഭവും വിജയിക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ശൂരനാട് കുഞ്ഞൻപിള്ള എന്ന മഹത് വ്യക്തിത്വം ഞങ്ങൾ പേരക്കുട്ടികളെ സംബന്ധിച്ച് പ്രധാനമായും സ്നേഹനിധിയായ ഒരു അപ്പൂപ്പനാണ്. ഒരു സ്മാരക ഫൗണ്ടേഷനും ഇല്ലാതെ തന്നെ സാഹിത്യകാരനും പണ്ഡിതനും സംശോധകനും എല്ലാമായ അദ്ദേഹത്തെ മലയാളികൾക്ക് വിസ്മരിക്കാനാവില്ല എന്നറിയാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ സുവ്യക്തവും ശാശ്വതവുമായ ഒരു സ്മാരകം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിൻ്റെ ആധാരശിലയായി വേണം ഇന്നത്തെ ഈ സ്മാരക പ്രഭാഷണം കാണാൻ. സ്വാഗത പ്രസംഗത്തിൽ ഞങ്ങൾ വിഭാവന ചെയ്യുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതിന് കൂടുതൽ ചിട്ടയും വ്യക്തതയും വരുത്തി സമർപ്പണ ഭാവത്തോടെ മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതിന് ജഗദീശ്വരൻ്റെയും ഗുരു കാരണവന്മാരുടെയും സുമനസ്സുകളായ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കൃതജ്ഞത പ്രകടനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്ക് അപ്പൂപ്പനെ കുറിച്ചൊന്ന് പറയണം. ഇവിടെ എല്ലാവരും എല്ലാം പറഞ്ഞു, പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞോട്ടെ. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സ്നേഹനിധിയായ അപ്പൂപ്പനാണ്. ഇപ്പം ജീവിതത്തിൻ്റെ ആദ്യത്തെ 21 വർഷവും അദ്ദേഹത്തിനോടൊപ്പം കഴിയാനും അല്പമെങ്കിലും ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം ഉൾക്കൊള്ളാനും അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിക്കാനും ഭാഗ്യമുണ്ടായ ഒരാളാണ്. അപ്പൂപ്പനെ കുറിച്ച് രസകരമായ പല ഓർമ്മകളുമുണ്ട്. അത് ഈ പണ്ഡിതൻ എന്നുള്ള ആ ഒരു പരിവേഷത്തിന് തികച്ചും മാറിയതാണ്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ അത് അപ്പൂപ്പന് ഡയബറ്റിക് പേഷ്യൻ്റാണ്. അമ്മൂമ്മ വളരെ സ്ട്രിക്റ്റായിട്ടാണ് അപ്പൂപ്പനെ നോക്കുന്നത് ഓരോ കാര്യങ്ങളും. പക്ഷേ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് അമ്മൂമ്മ ഉച്ചയ്ക്ക് അല്പസമയം ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സമയം വളരെ രഹസ്യമായിട്ട് സ്റ്റോർ മുറിയിലേക്ക് നടന്നുപോയി ശർക്കര കട്ട് തിന്നുന്ന ഒരു അപ്പൂപ്പൻ. അതുപോലെ തന്നെ ഒരു 11 മണി സമയമാകുമ്പോൾ ഒരു കൃത്യമായിട്ട് അമ്മൂമ്മ ഓട്സ് കൊണ്ട് കൊടുക്കും. അത് ഞങ്ങൾ ആരെങ്കിലും ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അത് കൊണ്ടു കൊടുക്കുമ്പോൾ അത് അപ്പൂപ്പൻ്റെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. അത് അപ്പൂപ്പന് മധുരം ഇടില്ല, ഓട്സിൽ മധുരം ഇടില്ല. റവയായാലും ഓട്സ് ആയാലും എന്തായാലും മധുരം ഇടില്ല. അതിലമ്മ വളരെ കണിശക്കാരിയുമാണ്. പക്ഷെ ആ മധുരമില്ലാത്ത ഓട്സിൻ്റെ ഒരു പങ്ക് ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കും അപ്പൂപ്പൻ. പക്ഷെ ഞങ്ങൾക്ക് അത് വളരെ മധുരമായിട്ട് തോന്നി. അത് അത്ര സ്നേഹത്തോടെയാണ് തരുന്നത്. അത് വേണ്ട എന്ന് പറയാൻ തോന്നില്ല, പക്ഷെ അത് ഞങ്ങൾക്ക് തരും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ ചെലവഴിച്ചത് ഞങ്ങളുടെ പ്രായം അത്ര ശരി, ഞങ്ങൾ വളരെ കൊച്ചായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്രയും പണ്ഡിതനാണെന്നോ അല്ലെങ്കിൽ ഇത്രയൊക്കെ കഴിവുകളുണ്ടെന്നോ ആ രീതിയിലൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ അപ്പൂപ്പനാണ്, അത്രയേ ഉള്ളൂ. അതുപോലെ യാത്രകളിലൊക്കെ ഞങ്ങളെ കൂട്ടും. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെയും പല മീറ്റിങ്ങുകൾക്കും കേരളം, പിന്നെ ഇളയ കുഞ്ഞമ്മ പാലക്കാടായിരുന്ന സമയം അവിടെയൊക്കെ ഞങ്ങളെ ഒപ്പം കൂട്ടും. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഏതാണ് സ്ഥലം അവിടെ എത്തുന്നത് വരെയും ഓരോ സ്ഥലത്തിൻ്റെയും ആ നാമം, അതിൻ്റെ ആ പേരെങ്ങനെ ആ സ്ഥലത്തിന് കൈവന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അതിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ബിക്കോസ് ഞങ്ങളുടെ അന്ന് പ്രായം വളരെ കൊച്ചായിപ്പോയി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ, ഇത്രയധികം ഭാഷാ സ്നേഹവും എന്താ പറയുക, കേരളത്തിനോടുള്ള സ്നേഹമുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ ഒരിക്കലും ഒരു ഓർമ്മയുണ്ട്, എന്തോ ഒരു അവസരത്തിൽ അപ്പൂപ്പനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, കാശ്മീർ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അവിടെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ ഉടനെ പറഞ്ഞു, എന്തിനാണ് ഈ കാശ്മീരിൽ പോകുന്നത്? ഈ കേരളത്തിന് ഇല്ലാത്ത ഭംഗി ഏത് കാശ്മീരിനാണുള്ളത്? ഈ മലയാളത്തിനില്ലാത്ത ഭംഗി ഏത് ഭാഷയ്ക്കാണുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്രയും ഇവിടെ നമ്മുടെ കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പേര് കിട്ടുന്നതിന് വളരെ മുമ്പേ ഞങ്ങളിൽ ആ ഒരു വിശ്വാസം അടിച്ചുറപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ശൂരനാട് കുഞ്ഞൻപിള്ള എന്ന ഞങ്ങളുടെ അപ്പൂപ്പൻ. പിന്നെ ഈ പ്രഭാഷണ പരമ്പരയെ പറ്റി, പിന്നെ വേറൊരു അദ്ദേഹത്തെ പറ്റി ഞങ്ങളെ എങ്ങനെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അർഹതപ്പെട്ട എന്തായാലും
നമുക്ക് അർഹതപ്പെട്ട എന്തായാലും അത് നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട കാര്യമില്ല, അത് നമ്മളെ തേടി വന്നോളും. അതുകൊണ്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, കർമ്മം, നിനക്ക് അറിയാവുന്ന കർമ്മം മാത്രം ചെയ്യുക, ഫലം നീ ഇച്ഛിക്കരുത് എന്നുള്ള ആ വലിയ ഒരു തത്വം അദ്ദേഹം കൊച്ചുനാളിൽ തൊട്ടേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ജീവിതം നിങ്ങളെ എവിടെ കൊണ്ട് നിർത്തുന്നോ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്കാകുന്നതിൽ അധികം മാക്സിമം അത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ കർമ്മം ചെയ്യുക, നല്ല കർമ്മം അല്ലെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുന്ന എന്തിനും പ്രതിഫലം താനെ വന്നുകൊള്ളും എന്നുള്ള ഒരു ഇതിലാണ് അദ്ദേഹം ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. പിന്നെ ഈ ചടങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏറ്റവും മികച്ച വ്യക്തികളെയാണ് നമുക്ക് ഈ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനത്തിനായി ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചത്. മലയാള ഭാഷയുടെ ആദ്യം ശ്രീ പ്രബോധചന്ദ്രൻ നായർ സാറ് മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും വികസനത്തിനുമായി അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടി. ഭാഷാശാസ്ത്രത്തിലും സ്വരശാസ്ത്രത്തിലും അഭിജ്ഞനും അധ്യാപകനും വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും കമ്മിറ്റികളുടെയും ചെയർമാനും ഒക്കെയായി പ്രസിദ്ധനായ ഡോക്ടർ പ്രബോധചന്ദ്രൻ സാറിനെ നമുക്ക് ഉദ്ഘാടകനായി കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഗവേഷണ വിഷയം സംബന്ധിച്ച് അദ്ദേഹത്തെ കാണാനും മാർഗദർശനം നേടാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവർത്തനത്തിൻ്റെ ഭാഷാശാസ്ത്ര ഭൂമിക എന്ന കൃതിയിൽ നിന്നാണ് വിവർത്തനം എന്ന പ്രക്രിയയുടെ ഭാഷാശാസ്ത്രം എനിക്ക് മനസ്സിലായത്. ശൂരനാട് കുഞ്ഞമ്പിള്ള മെമ്മോറിയൽ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഡോക്ടർ രാജശേഖരൻ നായർ